ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയ ചെറിയ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്ന് തിരുവോണമാണ് കേട്ടോ. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ല നാളുകൾ പൊന്നോണം സമ്മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ബാക്ക്. അത്തം കറുത്താൽ ഓണം വെളുക്കുന്നാണല്ലോ പറയുക. പ്രാവശ്യം അതുപോലെ അത്തം കറുത്തു ഓണം വെളുത്തു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ ഓണാഘോഷങ്ങളും ഓണസദ്യവട്ടം ഒരുക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഓണമായിട്ട് ഹസീബ് നേരത്തെ തന്നെ എണിച്ചിട്ടുണ്ട് കേട്ടോ. അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവന് വേഗം ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി റെഡിയാക്കി നിർത്തണം. നമ്മളിന്ന് തിരുവോണമായിട്ട് അങ്ങനെ സദ്യ ഓർഡർ ചെയ്തിരിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഹസ്ബൻഡിൻ്റെ ഉപ്പാട് അനിയൻ്റെ വീട്ടിൽ കൂടാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കട ലീവായതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് ക്ലീനിങ് കൂടി ഉണ്ട്. നമ്മൾ ഒരു ദിവസം 2 നേരം കട ക്ലീൻ ചെയ്യും കേട്ടോ. മോർണിംഗും നൈറ്റും നമ്മൾ നല്ലപോലെ കട ക്ലീൻ ചെയ്യും. പക്ഷേ നമ്മളിങ്ങനെ ലീവായിട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി വൃത്തിയിൽ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റുക. ഹോട്ടൽ എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയും പോലെയല്ല, കുറച്ചും കൂടി ഹൈജീൻ ആയിരിക്കണം എന്നല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എല്ലാവരും ഒരുപോലെ സെറ്റ് സാരി ഉടുക്കലും അതുപോലെ സദ്യ കഴിക്കലും പിന്നെ കുറച്ച് ഓണപരിപാടികളാണ് കേട്ടോ. കടയുള്ള സമയത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കടയില്ലാത്തതുകൊണ്ട് തന്നെ ഇന്ന് ഇഡലിയും ഫിഷ് കറിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല മാന്തളാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നമ്മുടെ കടയിൽ വർക്ക് ചെയ്യുന്ന ഇക്ക പറഞ്ഞു തന്ന നല്ല റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ അതിൽ വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇതുപോലെ ഉലുവയും ചെറിയുള്ളിയും പച്ചമുളകും ഇട്ട് മൂപ്പിച്ചതിന് ശേഷം പൊടിയിട്ടിട്ട് നല്ലപോലെ മൂപ്പിച്ച് പൊടികളൊക്കെ മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ഒരു 3 തക്കാളിയാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലൊരു കുഴമ്പ് പരുവത്തിലാക്കി എടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചിട്ട് നല്ലപോലെ കറി തിളച്ച് വരുന്ന സമയത്ത് മീനിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. മാന്തളായതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് ഫ്ലെയിം ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഉടഞ്ഞു പോവുള്ളൂ. നമുക്കിന്ന് സദ്യക്ക് പോകേണ്ടതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് വെച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു അത്. കുട്ടികളൊക്കെ ഒരുക്കി അവിടെ എത്തുമ്പോഴേക്കും സമയം ഉച്ചയായിട്ടോ. അപ്പോൾ പിന്നെ സദ്യ കഴിക്കാനുള്ള ഒരുക്കത്തിലാണ്. നേരം വൈകിയതുകൊണ്ട് തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. ഓണസദ്യയിൽ ഫസ്റ്റ് ഏത് ഐറ്റം വിളമ്പാന്നൊന്നും അറിയില്ല കേട്ടോ. ഇവിടെ അവിയലാണ് വിളമ്പുന്നത്. എൻ്റെ ചെറുപ്പത്തൊക്കെ ഓണം വെക്കേഷന് ഉമ്മയുടെ വീട്ടിൽ വിരുന്ന് പോകും കേട്ടോ. അപ്പോൾ അവിടെ അടുത്തൊരു ശാന്ത എന്ന് പറയുന്ന ചേച്ചിയുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഓണസദ്യയും അതുപോലത്തെ ഓണസദ്യയുടെ എല്ലാ ഐറ്റങ്ങളും ആയിട്ട് ഒരു സെഞ്ചി നിറയെ സാധനങ്ങളുമായിട്ട് വീട്ടിലേക്ക് വരും കേട്ടോ. നമ്മൾ പെരുന്നാളായാൽ ബിരിയാണിയൊക്കെ വെച്ച് തിരിച്ചും അതുപോലെ അങ്ങോട്ട് കൊണ്ട് കൊടുക്കാറുണ്ട്. നമ്മുടെ സദ്യ സ്പെഷ്യലായിട്ട് അടപ്രഥമൻ, അതുപോലെ തന്നെ കൂട്ടുകറി, മോരുകറി, അതുപോലെ തന്നെ നേന്ത്രപ്പഴം പുഴുങ്ങിയത്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെയും പേരൊന്നും അറിയില്ല. അന്നത്തെ ആ കറികളുടെ ടേസ്റ്റ് ഒരിക്കലും ഇന്ന് കിട്ടില്ല എന്ന് തന്നെയാണ് കേട്ടോ വാസ്തവം. ഇതിനിടയിൽ ഹസീബ് ഒരുപാട് നേരം കരഞ്ഞു കേട്ടോ. ഡ്രസ്സൊക്കെ ഇട്ട് ഇറിറ്റേറ്റായിട്ട് പിന്നെ അവനെ പുറത്തൊക്കെ കൊണ്ടുപോയി കാക്കനെയും പൂച്ചനെയൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് പിന്നെ അവൻ്റെ കരച്ചിലൊക്കെ മാറിയത്. ഫുഡ് വിളമ്പാനാവുമ്പോഴേക്കും എല്ലാവരും എത്തിത്തുടങ്ങി കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് പേരിരുന്നു, പിന്നെ കുട്ടികളും അതുപോലെ തന്നെ വയസ്സായവരിരുന്നു, പിന്നെയാണ് ഞങ്ങളൊക്കെ ഇരുന്നത്. ഇന്നത്തെ സദ്യയിൽ അതുപോലെ തന്നെ എല്ലാ കറികളും ടേസ്റ്റ് ഉണ്ടായിരുന്നു. എങ്കിലും ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടത് ഇഞ്ചിപ്പുളിയായിരുന്നു കേട്ടോ. കൂടെ തന്നെ നല്ല പാലട പ്രഥമനും. പിന്നെ ഓണക്കളികളൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്തു കേട്ടോ. അതിനിടയിൽ ഹസീബ് ഒരുപാട് നേരം കരഞ്ഞു. അപ്പോൾ അവനെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലും അതുപോലെ തന്നെ ഫുഡ് കൊടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ പണി. സാരി ഉടുത്തുകൊണ്ട് തന്നെ അവനെ ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഹസീബിന് പിന്നെ ഫോണൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അവൻ്റെ കരച്ചിലൊക്കെ മാറി കേട്ടോ. മാരേജ് കഴിഞ്ഞ ഒരു സെറ്റ് സാരിയും കുട്ടികൾ ഡ്രസ് കോഡും ഉണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇവരെൻ്റെ നാത്തൂൻ്റെ മക്കളാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാണ്. അതിനിടയിൽ സദ്യ ഗംഭീരമായി തന്നെ നടക്കുന്നുണ്ട്. ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇരിക്കാനായിട്ട്. അതിനിടയിൽ ഇക്ക വേറൊരു സ്ഥലത്തു നിന്ന് പായസം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും അടപ്രഥമൻ തന്നെയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് കളികളൊക്കെ പ്ലാൻ ചെയ്തതാണ് കേട്ടോ. പക്ഷെ നമ്മുടെ കേരളത്തിൽ നടന്ന ആ ഒരു മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളതെല്ലാം ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത്. മുണ്ടക്കൈ ദുരന്തത്തിൽ കുടുംബങ്ങളൊക്കെ നഷ്ടപ്പെട്ടവരുടെ ദുഃഖത്തിൽ അധികമായി പങ്കുചേരുന്നു. എല്ലാവരുടെയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങളാണ് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്നത്.
ഒരിക്കൽ കൂടി സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങളുടെ ഓണാഘോഷം ഇവിടെ സമാപിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് വന്ന ബെല്ലൈക്കണിൽ ഓളൊന്നും കൂടി പ്രസ് ചെയ്യണേ.